ഒരു കാര്യം കാണിച്ചു തരണേ. കുറേ എല്ലാ വർഷവും കുറേ ആൾക്കാർ നമ്മുടെ ഇങ്ങനെ വരുന്നതാണ് കേട്ടോ. അന്ന് അവർ സേഫായിട്ട് കുറച്ച് നാൾ അവിടെ ഇരിക്കും. എന്താ സംഭവം ഒരുപാട് എൻ്റെ മൂടിയൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. തന്നെ എന്താ നമ്മുടെ മീറ്റർ ബോക്സിനകത്ത് ഇതുണ്ടോ കുറേ ആൾക്കാർ വന്ന് മുട്ടയിട്ടിരിക്കും. നമ്മുടെ കുഞ്ഞു മറ്റേ കുരുവിയേക്കാളും കുറച്ചുകൂടെ വലിപ്പമുള്ള കുരുവില്ലേ, കറുപ്പും വെള്ള ഇടയ്ക്ക് കാക്കയിട്ടൊക്കെ അടിയിരുന്നതാണ്. ആ ആൾക്കാരാണ് ഈ ആൾക്കാർ കേട്ടോ. മുട്ടയിടുന്നില്ല, എന്തോ നീല കളർ മുട്ട, 2 കുഞ്ഞുങ്ങളായിട്ടുണ്ട് കേട്ടോ. അവിടെ ഡിസ്റ്റർബ് ചെയ്യേണ്ട സംഭവം. നമ്മുടെ ഈ മീറ്റർ ബോക്സ് ഇങ്ങനെ കണ്ട് അടിച്ചിട്ടേ കേട്ടോ, അല്ലെങ്കിൽ സംഭവം അടിച്ചിട്ടേക്കാണ്. ഇതിൻ്റെ അകത്തോടാണ് ആട്ട പോക്കും വരൊക്കെ. അമ്മച്ചി ഈ ഭാഗത്ത് എവിടെയോ ഇരിപ്പുണ്ട് കേട്ടോ. എവിടെയാണെന്ന് അറിയത്തില്ല, എവിടെയോ ഉണ്ടാണ്. കണ്ടു കഴിഞ്ഞാൽ വെറുതെ നമ്മളത് ഡിസ്റ്റർബ് ചെയ്യേണ്ട. പോയേക്കാം. 2 വേണ്ടി വരുന്നുണ്ട്. അതിൻ്റെ അകത്തോട്ട് വലിയ അവരെ ശല്യപ്പെടുത്തുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്. കണ്ടോ ഇരട്ടിയുണ്ടോ? ഉണ്ടോ? കണ്ണെന്ന് വീട്ടിൽ അടച്ച് കുറെ കഴിയുമ്പോൾ നോക്കും. എല്ലാ വർഷവും വരുന്ന ആൾക്കാർ എല്ലാ വർഷവും വരുന്നുണ്ട്. നമ്മളിപ്പോൾ താമസിച്ചിട്ട് 3 വർഷം. ആ 3 വർഷത്തിൻ്റെ ഇടയിലെല്ലാം ഞാൻ വന്ന ആൾക്കാരാണ്. ഇയാൾ ഇങ്ങനെ വരും. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ വിചാരിച്ചേ നമ്മുടെ മാടത്തെ ആയിരിക്കും വിചാരിച്ചേ, മൈന ആയിരിക്കും വിചാരിച്ചപ്പോൾ അതാണെങ്കിൽ നമുക്ക് ഇത് കുഞ്ഞിനെ എടുക്കാതൊക്കെ ശിക്ഷ ദ്രോഹമല്ല, അങ്ങനെ ചെയ്യരുതല്ലോ. അപ്പം ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുക ആരാണ് ഇത് ഇങ്ങനെ വരുകയും പോവുകയും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആളെ കണ്ട് കുഞ്ഞു കുരുവിയുടെ കുറച്ചുകൂടെ വലിപ്പമുള്ള. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കാക്കയായിട്ട് അടിയിട്ടിങ്ങനെ മറന്നു പോകുന്നതാണ്. അപ്പോൾ ആളുടെ വാസസ്ഥലം ഏതാണെന്ന് അറിയില്ല, കണ്ടുപിടിച്ച് കുറച്ച് ഞങ്ങൾ ഇരുന്നോട്ട് എഴുന്നേറ്റ് അവരവരുടെ ജോലി ചെയ്യുമ്പോഴത്തേനെ കുഞ്ഞുങ്ങളായിട്ട് പറഞ്ഞു നോക്കില്ലേ. അത് ശല്യപ്പെടുന്നുണ്ട്. കണ്ടു കഴിഞ്ഞിട്ട് കണ്ടം പൂച്ചയുണ്ട്, നമ്മുടെ തത്തമ്മയെ കൊണ്ടുപോയിട്ട് അവനെ അടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഞങ്ങളെല്ലാം അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു ശല്യമില്ല പ്രത്യേകിച്ച്. അത് ഇരുന്നിട്ട്